പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ്, അതുമല്ലെങ്കിൽ വിവിധ ദുരന്ത മുഖങ്ങളെ അതിജീവിക്കുവാനാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ വന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി എടുത്തുകൊണ്ട് ദൈവ കൃപയെ നോക്കി പാർക്കുന്നത്. ഈ ആരാധനയിലുടനീളം ഈശോയെ നീ തന്നെ അച്ഛനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മരിയൻ ഉടമ്പടി നിബന്ധനകൾ ഏറ്റവും വിശ്വസ്തതാപൂർവം പാലിച്ച് എത്രയും വേഗം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ഈ അൾത്താരയിൽ ഉയർത്തപ്പെടാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നാളിതുവരെ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ ദൈവമക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഈശോയേ നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല സമൂഹത്തോടൊപ്പം ദൈവമാതാവിനൊപ്പം പ്രാർത്ഥിച്ച സിഹിയോൻ ശാലയിലേക്ക് ആത്മാവിന്റെ അഗ്നി അയച്ചതുപോലെ ഞങ്ങളുടെ ഇടയിലേക്കും ഈശോയെ ദിവ്യകാരുണ്യ ശക്തിയായി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിട താടുകളും വീട ആശ്രയിച്ചിട ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവ
ദൈവമാതാവേ 2004 ഡിസംബർ 7 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം.
കനിയണമേ. കനിയണമേ. ആമേൻ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ജീവിതം വഴിമുട്ടിയ അവസ്ഥയിൽ ഇനി മുന്നോട്ട് എന്തെന്നും ചിന്തിച്ച അവസ്ഥയിൽ കൃപാസനം മാതാവും തിരുക്കുമാരനും വഴി നടത്തിയ ഒരു സാക്ഷ്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. എൻ്റെ പേര് അനു ജിജോ. ഞാൻ സെൻറ്റ് പോൾ ചർച്ച് വേഴപ്രയിൽ നിന്ന് വരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി സമയത്ത് എനിക്ക് 2 പെൺമക്കളായിരുന്നു. 2018 ഒക്ടോബർ 10 എൻ്റെ മൂത്ത മകൾ സഡൻ ഡെത്ത് അവൾക്ക് സംഭവിക്കുകയാണ്. രാവിലെ അവൾ എഴുന്നേറ്റ് വന്നു. സൈലൻ്റ് അറ്റാക്ക് ആയിരുന്നു. കൊറോണറി ആർട്ടറി എന്നാണ് ഞങ്ങൾക്ക് റിപ്പോർട്ടിലുണ്ടായിരുന്നത്. പക്ഷേ ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും കുഞ്ഞ് കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ മരണം ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ഈ കൃപാസന മാതാവിനോട് ഒരുപാട് വഴക്കിട്ടുകൊണ്ടാണ് ഇരുന്നത്. എൻ്റെ ആ കുഞ്ഞ് മരിച്ച ആ ഒരു ദിവസമൊക്കെ മരണമാണ് സംഭവിച്ചതെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി എന്താണ് ഇനി എൻ്റെ ജീവിതത്തിൽ, ഇനി എങ്ങനെ ഞാൻ ഇനി മുന്നോട്ട് പോകും, ഇനി എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും, എൻ്റെ ജീവിതം ഞാൻ ഇനി എങ്ങോട്ട് മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ മാതാവിനോട് വഴക്കിട്ടും തല്ലുപിടിച്ചുമൊക്കെ ഇരുന്നു. കാരണം ഞാൻ അവസാനമായിട്ട് ഞാൻ അവളെ കൊണ്ടുവന്നത് മാതാവിൻ്റെ ഈ നടയിലാണ്. ഞാനപ്പോൾ ചോദിച്ചു, മാതാവേ, എന്നിട്ട് പോലും ഒന്ന് വിളിക്കാനുള്ള ഒരു സമയം പോലും നീ എനിക്ക് തന്നില്ലല്ലോ എന്ന് വിചാരിച്ച് തന്നെ ഞാൻ മാതാവിനോട് ഓരോന്നും പറഞ്ഞ് ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പദം പെറുക്കിക്കൊണ്ടിരുന്നു. ആ ഒരു സമയത്ത് മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്നെ കാണിച്ചു തരികയാണ്. വളരെ സുന്ദരിയായിട്ട് ഒരു വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചിറകുകളൊക്കെ വിരിച്ചിട്ട് ഇത്രയും സുന്ദരിയായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ പിന്നെ എൻ്റെ ജീവിതത്തിൽ അതുവരെയും കണ്ടിട്ടില്ല, പിന്നെ അങ്ങോട്ട് കണ്ടിട്ടേ ഇല്ല. പ്രിയമുള്ളവരെ, ഞാൻ അന്ന് ആ കണ്ട ഒരു നിമിഷം മുതൽ ഈ നിമിഷം വരെ എൻ്റെ കുഞ്ഞ് എവിടെയോ സേഫാണ്, അല്ലെങ്കിൽ അവൾ എത്തേണ്ടിടത്ത് എത്തി, അവളെക്കുറിച്ച് ഞാനിനി ഒരു ടെൻഷനും അടിക്കേണ്ട എന്നൊരു മനസ്സിലൊരു ആശ്വാസം അല്ലെങ്കിൽ നിറവ് എനിക്ക് തമ്പുരാൻ തന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് സത്യം പറഞ്ഞാൽ സഹനങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. പിന്നീട് ജീവിതം പഴയപടി തന്നെ മുന്നോട്ട് പോകുന്നു. നമുക്ക് ഓരോ കാര്യങ്ങൾ പലരെയും ഫേസ് ചെയ്യണം, പലരോടും സംസാരിക്കണം, എനിക്ക് ഓഫീസിൽ പോകണം, ജോലി ചെയ്യണം, അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തണം. എല്ലാം നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ആ സമയത്തെല്ലാം ഞാൻ ഈ മാതാവിന് മുമ്പിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല. നീല മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഈ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ കരയുമായിരുന്നു. ഒരു രാത്രിയിൽ പോലും ഉറക്കമില്ലാതെ, ചിലപ്പോൾ ഉറങ്ങാൻ പറ്റാതെ ഈ മാതാവിന് മുമ്പിൽ കണ്ണീരോടെ ഒരുപാട് തവണ ഒരുപാട് ദിവസങ്ങൾ ഞാനിങ്ങനെ ചെലവിട്ടുകൊണ്ടേയിരുന്നു. എൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ തമ്പുരാൻ ഞാൻ അറിയാതെ തന്നെ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെയും എല്ലായിടത്തും ചെല്ലുമ്പോൾ എല്ലാവരും പറയും, അടുത്തൊരു കുഞ്ഞിനെ ആഗ്രഹിക്കുക, അപ്പോൾ നിങ്ങളുടെ ജീവിതം എല്ലാം ശരിയാവും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു കുഞ്ഞെന്ന് പറയുന്നവരോട് എനിക്ക് ദേഷ്യമായിരുന്നു. പക്ഷേ പുറത്ത് കാണിക്കത്തില്ല. എന്നാലും അതിലേറെ പേടിയായിരുന്നു എനിക്ക്. ഇനി എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇനി മാതാവ് ഇനി വെച്ചിരിക്കുന്നത്, ഇനി ഇതിൽ കൂടുതൽ ഇനി എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല മാതാവേ. അതുകൊണ്ട് ഇനി എൻ്റെ ഒരു കുഞ്ഞ് എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് തന്നെ വിചാരിച്ച് ഞാൻ മുന്നോട്ട് പോയി. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ശരിക്കും ജീവിതത്തിലൊരർത്ഥമില്ലാതെയായി. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു കുഞ്ഞ് വേണമെന്ന പതിയെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ 2021 നവംബർ 22 ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. അതിൽ ഞാൻ പേടിയോടെയാണെങ്കിലും ആദ്യത്തെ നിയോഗം വെച്ചത്, മാതാവേ, എനിക്ക് ആയുസ്സും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണമേ എന്നായിരുന്നു. എന്നിട്ട് ഞാൻ അതിനൊരു ക്ലോസ് വെച്ചു, മാതാവേ, പുതിയ സഹനമോ അല്ലെങ്കിൽ പുതിയ വേദനയോ ആണെങ്കിൽ എനിക്ക് വേണ്ട എന്ന് തന്നെ ഞാൻ അതിലിങ്ങനെ എഴുതിയും വെച്ചു. പ്രിയമുള്ളവരെ, ഞാൻ 2022 പ്രഗ്നൻ്റായി. പക്ഷേ 1.5 മാസം കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞ് എനിക്ക് ബ്ലീഡിങ് ആയി. എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു, മാതാവ്, എനിക്ക് നല്ലതൊന്നും ഇനി അങ്ങോട്ട് ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല, സഹനങ്ങളോടെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും, എനിക്കിനി ഒരു കുഞ്ഞിനെ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ വിചാരിച്ചു. ആ അബോഷനായ സമയത്ത് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇനിയൊരു കുഞ്ഞിനെ നീ ആഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം നിനക്ക് യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ട്,
ഓവറിയിൽ സിസ്റ്റുണ്ട്, പിന്നെ നിനക്ക് രണ്ടാമത്തെ കുഞ്ഞിനെ ഡെലിവറി കഴിഞ്ഞിട്ടിപ്പോൾ 12 വർഷമായി. അപ്പോൾ ഇനി ഒരു കുഞ്ഞ് ഉണ്ടായാലും ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കേണ്ട എന്ന് തന്നെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡോക്ടറിനെ കാണാനായിട്ട് ഞാൻ ഫൈബ്രോയിഡിൻ്റെ മെഡിസിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം, 2 സ്കാൻ അടുപ്പിച്ച് നോക്കാം, ഇത് എങ്ങനെയാണ് മെഡിസിൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴൊക്കെയും ഞാൻ എൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഉടമ്പടി തൈലം എന്ന് ഞാൻ വയറിൽ കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ തേനും ഉപ്പും ഉള്ളിലേക്ക് ഞാൻ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരാളുടെ മുമ്പിൽ ഞാൻ കരഞ്ഞോ അല്ലെങ്കിൽ വിഷമിച്ചോ നിന്നിട്ടില്ല. ഈ അമ്മയുടെ മുന്നിൽ മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്കാനിങ്ങിന് ഞാൻ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ എൻ്റെ ഈ ഉടമ്പടി കാശുരൂപം ഞാൻ എൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, നിനക്ക് എന്താണ് ഇന്ന് എന്നോട് പറയാനുള്ളത്, അത് ഈ ഡോക്ടറിലൂടെ എന്നോട് പറയണം. മെഡിസിൻ എടുത്ത് ഇനിയും അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ എടുക്കാനാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇറങ്ങി വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറയും, കുഴപ്പമില്ല, സാധാരണ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് തന്നെ പറയും. എന്താണ് നീ എന്നോട് പറയേണ്ടത്, അത് ഇന്ന് ഡോക്ടറിലൂടെ എന്നോട് പറയണം എന്ന് പറഞ്ഞു. ഞാൻ സ്കാനിങ്ങിന് കയറി. ഡോക്ടർ സ്കാനിങ് കഴിഞ്ഞിട്ട് ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എൻ്റെ കയ്യിൽ തട്ടിയിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, മോളെ, നിൻ്റെ യൂട്രസ് ഒരു കുഞ്ഞിനെ ക്യാരിങ് ആവുന്നതിൽ ഓക്കെയാണ്, നമുക്ക് എന്തുകൊണ്ട് ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചുകൂടാ എന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഞാനപ്പോൾ വിചാരിച്ചു, ഞാനപ്പോൾ ഈ ഫൈബ്രോയിഡ് സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വളരെ ടെൻഷൻ അടിച്ച് പോയി. അപ്പോൾ ഡോക്ടറിനോട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ, ഫൈബ്രോയിഡ് സിസ്റ്റ്? അപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ്, അതൊക്കെ നോർമലാണ്, അതൊന്നും കുഴപ്പമില്ല പിന്നെ എന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുകയാണ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോയി. നെക്സ്റ്റ് മന്ത് തന്നെ ഞാൻ ക്യാരിങ് ആയി. ഒരുപാട് ബുദ്ധിമുട്ടുകളും ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അപ്പോഴെല്ലാം എൻ്റെ ആശ്രയം ഈ ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കൾ മാത്രമായിരുന്നു. എന്ത് ബുദ്ധിമുട്ട് വന്നാലും, എന്ത് വിഷമം വന്നാലും ഓടി വന്ന് ഉടമ്പടി തൈലം എടുത്ത് പുരട്ടും, അല്ലെങ്കിൽ ഉടമ്പടി വസ്തുക്കൾ തേനും ഉപ്പും സേവിക്കും. ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മരുന്ന് ആ സമയത്ത്. അതുപോലെ തന്നെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടും. പക്ഷേ എല്ലാത്തിലും ഞാൻ ആശ്രയിച്ചിരുന്നത് ഈ ഉടമ്പടി വസ്തുക്കളെ തന്നെയാണ്. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. എൻ്റെ കുഞ്ഞ് മരിച്ചത് ഒക്ടോബർ മാസമാണ്. ഒക്ടോബർ 10-ാം തീയതിയാണ്. ആ സെയിം മാസം തന്നെ എനിക്ക് ഒരു ആൺകുഞ്ഞിനെ തന്ന് എൻ്റെ തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും 1000 നന്ദി. ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവൃത്തി എന്ന് വെച്ചാൽ എൻ്റെ കൃപാസനം മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും എന്നെക്കൊണ്ട് പറയാവുന്നവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ കൃപാസനം പത്രം വിതരണം ചെയ്യാറുണ്ട്. അത് ഓരോ വീടുകളിലും കൊണ്ട് കൊടുക്കുക ചെയ്യാറ്. പിന്നെ അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ നമ്മൾ കാണുമ്പോഴത്തേക്കും ഓരോരുത്തർക്കും ആവശ്യമുള്ള സാക്ഷ്യങ്ങൾ കാണുമ്പോൾ അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്. കാരുണ്യപ്രവൃത്തി എൻ്റെ മുൻപിൽ ആവശ്യമായിട്ട് വരുന്നവരെ ഒരിക്കലും ഞാൻ തള്ളിക്കളയാറില്ല. അതുപോലെ തന്നെ അത് കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ഒരുപാട് തമ്പുരാൻ്റെയൊക്കെ അടുത്തായിരിക്കാനായിട്ട് എപ്പോഴും ഇങ്ങനെ നമ്മളൊരു ചെറിയ തെറ്റ് ചെയ്താലും തമ്പുരാനെ ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ, ഉടനെ തന്നെ അപ്പം തന്നെ ക്ഷമിക്കണേ എന്ന് പറയാനായിട്ടുള്ള ഒരു ധൈര്യം എനിക്ക് തന്നത് ഈ ഉടമ്പടിയാണ്. അതുപോലെ തന്നെ എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്ത് വിഷമം ആയിക്കോട്ടെ, എന്ത് സങ്കടം ആയിക്കോട്ടെ, എന്ത് വേദന ആയിക്കോട്ടെ, എല്ലാം മാതാവിൽ അർപ്പിച്ച് ഈശോയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്നും ഫലമുണ്ടാകും, അതിനൊരു ഉത്തരം ഉണ്ടാകും. അതുപോലെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെയൊക്കെ പിന്നെ വിലയിരുത്തുന്നവരോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, അത് അനുഭവം കിട്ടിയവർക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല.
ആ ആ ഒരു വലിയ അനുഗ്രഹം ഈ നടയിൽ നിന്നുകൊണ്ട് പറയാനായിട്ട് ഭാഗ്യം തന്ന എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സിനി റോയ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ കാർത്തികപുരം ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭർത്താവ് റോയ്. ഞാൻ 2022 സെപ്റ്റംബർ 20 ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. അന്നു മുതൽ ഞാൻ ഉടമ്പടിയിലാണ് ഇന്ന് വരെ ഉള്ളത്. 2025 മെയ് 7 രാവിലെ 5:45 എൻ്റെ ഭർത്താവിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഭർത്താവ് സഞ്ചരിച്ച ബൈക്കിൽ ഒരു ഓമിനി വാൻ വന്നിടിക്കുകയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴി ആംബുലൻസിൽ വെച്ച് ആളുടെ നില വളരെയധികം ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് മാറി. എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു, ഉടമ്പടി തൈലവും ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി കാശുരൂപം റോച്ചിൻ്റെ നെഞ്ചിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ഒക്കെ ഞാൻ ആദ്യം ചൊല്ലി റോച്ചിനെ കൊണ്ട് ചൊല്ലിപ്പിക്കുകയും ചെയ്തു. പക്ഷേ പോകെ പോകെ റോച്ചിൻ്റെ അവസ്ഥ വളരെ മോശമായി വരുന്നത് കണ്ടപ്പോൾ എനിക്ക് ആ പ്രാർത്ഥന ഒന്നും ചൊല്ലാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ കൊണ്ടുപോകല്ലേ മാതാവേ, കൊണ്ടുപോകല്ലേ മാതാവേ എന്ന് മാത്രം ഉടമ്പടി കാശുരൂപം മുറുകെ പിടിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ റോച്ചിനെ കാഷ്വാലിറ്റിയിലേക്ക് കയറ്റി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ആളെ കിട്ടുമെന്ന് പ്രതീക്ഷ വേണ്ട, 1% പോലും പ്രതീക്ഷിക്കരുത്. കാരണം വാരിയിൽ പൊട്ടി ശ്വാസകോശത്തിൽ കയറി ശ്വാസകോശത്തിന് മുറിവ് സംഭവിച്ചിരിക്കുന്നു. ഓക്സിജൻ കൊടുക്കുന്നത് എയർ ലീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇൻറ്റേർണൽ ബ്ലീഡിങ്ങും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മെഡിക്കൽ സയൻസിൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആളെ കിട്ടുമെന്ന് 1% പോലും പ്രതീക്ഷിക്കേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. ഇത് കേട്ട ഞാൻ ആ കാഷ്വാലിറ്റിയുടെ മുൻപിൽ തന്നെ മുട്ടുകുത്തി കൈ വിരിച്ച് പിടിച്ച് ഉടമ്പടി കാശുരൂപം മുറുകെ പിടിച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ, എനിക്ക് എൻ്റെ റോച്ചിനെ ജീവനോടെ തരണം. ജീവനില്ലാത്ത എൻ്റെ റോച്ചിനെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് മുട്ടുകുത്തി കരഞ്ഞു നിലവിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. റോച്ചിനെ അവർ വെന്റിലേറ്ററിലേക്ക് മാറ്റി. അവർക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അന്ന് ഉച്ചയ്ക്ക് ഒരു 12 മണി ആയപ്പോഴത്തേക്കും റോച്ചിൻ്റെ നില വീണ്ടും വഷളായി. റോച്ചിന് മരണത്തിലേക്ക് പതുക്കെ പോയി. ഡോക്ടർ അനിയനോട് വന്നിട്ട് പറഞ്ഞു, ആള് പോയി. ഡെത്ത് ഒന്നും കൂടെ കൺഫേം ചെയ്തതിന് ശേഷം ബാക്കിയുള്ളവരോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഡോക്ടർ ഉള്ളിലേക്ക് ചെന്നപ്പോൾ ആ സമയത്ത് റോച്ചിന് അവിടെ ഒരു വലിയൊരു ദൈവിക അനുഭവമുണ്ടായി. ഞാൻ കിടക്കയിൽ കിടക്കുമ്പം ഞാനിങ്ങനെ ബോധമില്ലാതെ കിടക്കുന്നത് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ ഒഴുകിപ്പോകുന്ന പോലെ എനിക്ക് തോന്നി. ഞാനിങ്ങനെ ഒരു വെട്ടത്തുനിന്ന് ഇരുട്ടിലേക്ക് പോയി. ഞാൻ അന്നേരം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവേ എന്നെ കൊണ്ടുപോകല്ലോ മാതാവേ, കൊണ്ടുപോകല്ലോ മാതാവേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ പോയി ഇങ്ങനെ ഒഴുകിപ്പോകുന്ന പോലെ പോയിട്ട് പിന്നെ ഞാൻ ആ ഇരുട്ടിലേക്ക് പോയി. പെട്ടെന്ന് ഇരുട്ടിലേക്ക് പോയി കഴിഞ്ഞ് ഒരു 3-4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് അതേപോലെ വന്നു. പോകുന്ന വഴികളിൽ ഞാനിങ്ങനെ പൂക്കളും കുറേ മാതാവിൻ്റെ ഗ്രോട്ടയൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ പറന്ന് പോകുന്ന പോലെ എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞൊരു 3-4 സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ നടന്നു. അത് കഴിഞ്ഞ് 10 മണി 10:30 ആയ പിന്നെയാണ് ബോധം തെളിയുന്നത്. ഡോക്ടർ വന്നിട്ട് തിരിച്ച് ICUലേക്ക് ചെല്ലുമ്പോൾ ഇടയ്ക്ക് സംഭവിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ റോച്ചൻ പറഞ്ഞത്. റോച്ചൻ മരിച്ചു. റോച്ചന് ശ്വാസം എടുക്കാൻ പറ്റാത്തത് റോച്ചൻ അറിഞ്ഞു. ഡോക്ടർമാരെ ആള് പോയല്ലോ, ഇനി എന്ത് ചെയ്യും, ആള് പോയല്ലോ എന്ന് പറയുന്നതൊക്കെ റോച്ചൻ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 6:30 ആയപ്പോഴേക്ക് റോച്ചൻ്റെ കണ്ടീഷൻ ഏകദേശം നോർമലായി വരാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് നോക്കാം, ആള് കിട്ടുമോയെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം 7 മണിയായപ്പം തൊറസൈക്ക് സർജറി ചെയ്തു. അത് ചെയ്തു. ഓപ്പറേഷൻ വിജയകരമായിരുന്നു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, എന്നെ രാത്രി 11:30 ആയപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ആളുടെ സ്റ്റേജൊക്കെ ഏതാണ്ട് നന്നായി വരുന്നുണ്ട്, നമുക്ക് വെന്റിലേറ്റർ മാറ്റി നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഡോക്ടർ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. ആൾക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്സിജൻ്റെ സപ്പോർട്ടിൽ ആൾ ശ്വസിക്കാൻ വേണ്ടി തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു. ഡോക്ടർ റോച്ചിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ചേച്ചിയുടെ കയ്യിൽ ഇന്നലെ ഞാനൊരു സാധനം കണ്ടായിരുന്നല്ലോ, അത് എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന ഉടമ്പടി കാശുരൂപം ഞാൻ ഡോക്ടർക്ക് ഇങ്ങനെ കൈ തുറന്ന് കാണിച്ചു കൊടുത്തു. ഡോക്ടർ പറഞ്ഞു, അതിങ്ങ് തരാൻ പറഞ്ഞു. ഡോക്ടർ തന്നെ ICU കിടന്ന റോച്ചിൻ്റെ കയ്യിൽ ആ കാശുരൂപം അടങ്ങിയ ആ കൊന്ത ഇട്ട് കൊടുത്തു. അതിപ്പോഴും
കഴുത്തിൽ തന്നെ കിടക്കുന്നുണ്ട്. അതിനുശേഷം റോജൻ വളരെ പെട്ടെന്ന് തന്നെ റിക്കവറായി വരാൻ വേണ്ടി തുടങ്ങി. 4 ദിവസം കഴിഞ്ഞപ്പോൾ റോജൻ്റെ 2 കാലും കൈയും കാലിൻ്റെ മുട്ടും ഒക്കെ ഫ്രാക്ചറായിരുന്നു. അപ്പം ആളെ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 4 ദിവസം കഴിഞ്ഞപ്പോൾ കാലിൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. തുടയിൽ പൊടിഞ്ഞു പോയിരുന്നു. കാലിൻ്റെ ജോയിൻ്റിൽ നിന്ന് കാല് വിട്ട് കാല് തിരിഞ്ഞു പോയിരുന്നു, വലത് കാല്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് എല്ലുകൾ പൊടിഞ്ഞു പോയതുകൊണ്ട് ഗ്യാപ്പ് വന്നു. ഡോക്ടർ എന്നെ വീണ്ടും വിളിച്ചു. ഡോക്ടർ പറഞ്ഞു വലിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യണമെങ്കിൽ വേറൊരു എല്ല് പൊട്ടിച്ച് അതെടുത്ത് അവിടെ വെച്ച് ഫില്ല് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ സൈനിട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവ് ഇതുപോലെ പൊട്ടിത്തരിപ്പണമായ ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ നീ ഇനിയും എല്ല് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണോ? നീ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് റോജൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നു, എൻ്റെ മാതാവ് ഈശോയും കൂടെ വന്നിട്ട് ഈ ഓപ്പറേഷൻ ചെയ്തു തരണേ, എന്നെ സുഖപ്പെടുത്തണമേ എന്ന് റോജൻ പ്രാർത്ഥിച്ചുകൊണ്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഡോക്ടർ എന്നോട് ഇത് വന്ന് പറഞ്ഞ സമയത്ത് റോജന് അവിടെ വലിയൊരു സുഗന്ധം അനുഭവപ്പെട്ടു. ഒരു 45 മിനിറ്റോളം ഏകദേശം ആ സുഗന്ധം ഉണ്ടായിരുന്നു എന്ന് റോജൻ പറഞ്ഞു. എന്നോട് എല്ല് പൊട്ടിച്ച് വെക്കണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ തിരിച്ച് ചെന്ന് ഡോക്ടർ നോക്കുമ്പോൾ ആ ഗ്യാപ്പ് ഫില്ലായിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഡോക്ടർ വീണ്ടും എന്നെ വിളിച്ചു. ഞാൻ വിചാരിച്ചു ദൈവമേ ഇനി എന്തിനാണോ എന്നെ വിളിക്കുന്നത് എന്ന് വിചാരിച്ച് ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ചേച്ചി ഗ്യാപ്പ് ഫില്ലായി, എല്ല് പൊട്ടിക്കേണ്ട കേട്ടോ. ഞാൻ ചോദിച്ചു എങ്ങനെ ഡോക്ടർ ഫില്ലായി എന്ന് വെച്ചാൽ പറഞ്ഞു ഗ്യാപ്പ് ഫില്ലായി, അത്ര പറയാനേ എനിക്ക് അറിയത്തുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ആ ഓപ്പറേഷനും വിജയകരമായിട്ട് നടന്നു. കാലിൻ്റെ മുട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, ഇടത് കാലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, വലത് കൈയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പം മൊത്തത്തിൽ ഓപ്പറേഷൻ ചെയ്ത 6 സർജറി കഴിഞ്ഞു. 6 സർജറി കഴിഞ്ഞാൽ ശ്വാസകോശത്തിന് വലിയ പരിക്കാണ്, ആരെ കാണിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലുണ്ടായിരുന്ന ആൾ ഡോക്ടർ പറഞ്ഞു 6 മാസമെങ്കിലും കഴിയാതെ കാല് നിലത്തോട്ട് വയ്ക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്, അതുപോലെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു വിട്ടു. 2.5 മാസമായപ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് എൻ്റെ റോജൻ്റെ കാല് 2ഉം നിലത്തു കുത്തി. 3.5 മാസമായപ്പോൾ വാക്കറി നടന്നു, 4 മാസമായപ്പോൾ സ്റ്റിക്കും കൊണ്ട് നടന്നു, ഇപ്പം 4.5 മാസമായപ്പോൾ സ്റ്റിക്കും ഇല്ലാതെ ആൾ നടക്കുന്നുണ്ട്. ചെറിയൊരു വേദന, അതായത് സ്റ്റീലൊക്കെ കയ്യാലിൽ ഇട്ടിട്ടുള്ളത് കൊണ്ട് ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ 7-ാം തീയതി വന്നാൽ 5 മാസം ആകുള്ളൂ. ഇന്നലെ കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു. 200 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു ഇന്നലെ രാത്രിയിൽ. അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങൾക്ക് 100% ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മ തിരിച്ചു തന്ന ജീവനാണ്, ജീവിതമാണ്. ഡോക്ടർ എന്നോട് തമാശയായിട്ടാണെങ്കിലും ഡോക്ടർ എന്നോട് ചോദിച്ചു, ചേച്ചിക്ക് 3 കുട്ടികളാണോ? ഞാൻ പറഞ്ഞു അതെ. 3 പെൺകുട്ടികളാണോ? അതെ. ചേച്ചി വീട് വെച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല. ഇതെല്ലാം ചേട്ടൻ ഡയറക്റ്റ് ചെന്ന് സ്വർഗത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇനിയിപ്പോൾ ചേച്ചിക്ക് ഇതിനൊന്നിനും ബുദ്ധിമുട്ട് വരികയില്ല എന്ന്. ഹിന്ദുവാണ് ഡോക്ടർ. കാരണം വെന്റിലേറ്ററിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന ആൾ ഉള്ളിൽ പ്രാർത്ഥിച്ചു എന്നാണ് റോജൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ റോജൻ അത് വളരെ ഉച്ചത്തിലാണ് പ്രാർത്ഥിച്ചത്. ചുറ്റും നിന്ന ഡോക്ടേഴ്സും സ്റ്റാഫും ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഒരു അത്ഭുത മനുഷ്യനാണ് റോജൻ. അപ്പം ഞങ്ങൾക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് തിരിച്ചു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികളെ സഹായിക്കുന്നുണ്ടായിരുന്നു. അനാഥ മന്ദിരങ്ങളിൽ പോയി അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ടായിരുന്നു. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ വിശുദ്ധ കുർബാന, പ്രാർത്ഥനകൾ ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ മുന്നിൽ ആര് സഹായം ചോദിച്ചു വന്നാലും അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും എല്ലാവരെയും പൂർണ്ണമായി സമർപ്പിക്കുന്നു.